അവിടെ നമ്മളൊക്കെ കരടീനെ കണ്ടേ. നൈസ് അല്ലേ? മടിച്ചേരി നിൽക്കുന്നുണ്ടല്ലേ. നമ്മള് രാവിലെ എണീച്ച് രാവിലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആട്ടോ നമ്മളെ റിസോർട്ടിന് മുമ്പേ ഉള്ളത്. സൺലൈറ്റ് ഇങ്ങനെ എന്താ പറയാ, സൺലൈറ്റ് ഇങ്ങനെ സൺറൈസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അവിടെ എല്ലാവരും. അടിപൊളി നല്ലൊരു വ്യൂ നമ്മളെ റിസോർട്ടിന് മുന്നിലുള്ള. എല്ലാവരും ഉറക്കത്തെ എഴുതിപ്പിച്ചോണ്ട് ഓരോത്തിരി. എങ്ങനെയുണ്ട് വ്യൂ? വ്യൂ നല്ല അടിപൊളി. സൺറൈസ് കാണാൻ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. അതിങ്ങനെ കറക്റ്റ് മലന്റെ ബാക്കിലായതുകൊണ്ട് ഇങ്ങനെ ഉദിച്ചു വരുന്ന കാണാല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ തന്നെ കാണാല്ലേ? ആദ്യമായിട്ട് അങ്ങനെ കാണുന്നല്ലേ? ഫോട്ടോ സെക്ഷനിലാ സൺറൈസ് എങ്ങനെ കാണേ? അതങ്ങോട്ടാ പോകുന്നേ? എന്താ ചോദിക്കുന്നത്? സൺറൈസ് കാണാൻ എങ്ങനെയുണ്ട്? സൺറൈസ് എന്താ അടിപൊളിയല്ലേ? അങ്ങനത്തെ ഒരു വ്യൂ നമ്മള് ഇവിടെ വന്നിട്ട് ഇത് നമ്മള് എവിടെയും പോകേണ്ടി വന്നില്ല, നമുക്ക് റൂമിൽ തന്നെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റി. അത്രയും മനോഹരമായിട്ടാണ് നമ്മളെ റൂമും ഈ റിസോർട്ടൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് സംഭവം. പൈസ മുതലായില്ല, റിസോർട്ട് മുതലായി. ഓക്കെ, തണുത്ത് വിറച്ച് നിൽക്കുക അവിടെ. അടിപൊളിയല്ലേ? നിങ്ങൾ കണ്ടിട്ട് മുമ്പ് സൺറൈസ് ഇങ്ങനെ കണ്ടിക്കോ? ഇങ്ങനെ കണ്ടില്ല. അടിപൊളി, നൈസല്ലേ? സൂപ്പർ. ഇവിടെ ഒരാളൊരു സത്യം മനസ്സിലാക്കി ഗൈസ്. എന്താ സത്യം? എന്താ സത്യം? എന്താ നീ കാശ്മീരിലേക്ക് പോകുന്നില്ല അല്ലേ? നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ട് പോവാണ്. മൈക്ക് ഒരാളാണ് നിൽക്കുന്നത്, മടിച്ചേരി നിൽക്കുന്നുണ്ടല്ലേ? ബാക്കി എല്ലാവരും പണിയെടുക്കുമ്പോൾ ഒരാൾ മാത്രമാണ് നിൽക്കുന്നുണ്ടല്ലേ? വാ പോരി. അങ്ങനെ നമ്മുടെ എന്താ പറയുക റിസോർട്ട് ഇതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാണ്. നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മൈക്ക് മറ്റേതിലുണ്ട്, കടകൾ വരുന്നുണ്ടല്ലേ? ലുക്ക് ഉണ്ടല്ലേ? ഫുൾ മദാമ ലുക്കിലാണ് വരുന്നത്. നമ്മളിവിടെ ഊട്ടിയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ മോഡീസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വന്നിരുന്നു. ഇവിടെ നോക്കുമ്പോൾ കറണ്ട് ഒന്നുമില്ല, ഒന്നും ക്ലോസ് ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിതപ്പോൾ ഓർഡർ ചെയ്യുന്നത് ഒരു SLETൻ്റെ ഒരു എന്താ പറയുക ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്. രസമുണ്ടോ നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. നോക്കട്ടെ. SLET ഉണ്ടല്ലേ? അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം, കാണാത്ത പ്രശ്നം വരുന്നത്. ഗൈസ്, നമ്മൾ ഈ പ്രാവശ്യം ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒഴിവായി കഴിഞ്ഞ അങ്ങോട്ട്. അതെ, എന്നിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു ലേക്കു. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ എന്താക്കി, കർണാടക ഗാർഡൻ പിടിച്ച് നമ്മൾ ഊട്ടി പോയിട്ട് കർണാടക ഗാർഡനിലേക്ക് പോയി. അപ്പൊ പിന്നെ 2 സ്റ്റേറ്റ് കവർ ചെയ്തില്ല നമ്മള്. പിന്നല്ല നൈസ് ഇട്ടതാ, അടിപൊളി സ്ഥലം, കൊറേ കാണാണ്ട്. വണ്ടി പോയാലും കേട്ടോ എന്താ പറയാ, ഭയങ്കര ചാർജാണ്. അതേമാതിരി വണ്ടി ഉണ്ട്, അതിനും ഭയങ്കര ചാർജ്. നല്ല നല്ല ചെടികൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ഇപ്പൊ പിന്നെ എന്താ പറയാ, വേറെ ലുക്കൊക്കെ പിടിച്ചിട്ട് നടക്കുന്ന തൊപ്പിയൊക്കെ ഓടുന്ന കിട്ടി. തണുപ്പുണ്ടെങ്കിൽ കൊണ്ട് 5 ഡ്രസ്സോ ആട്ടിയത്. നമ്മൾ ഈ ഊട്ടിയിൽ വന്ന നമ്മൾ സ്ഥിരമായിട്ട് പോടാണ് ബൊട്ടാണിക്കൽ ഗാർഡനും ലേക്കൊക്കെ അല്ലേ. അപ്പൊ ഈ പ്രാവശ്യം കർണാടക ഗാർഡനിൽ പോയതാണ്. എല്ലാവരും എന്താ പറയാനുള്ളത്? ഇതല്ലേ നൈസ് ബൊട്ടാണിക്കൽ ഗാർഡന്? അതിനനുസരിച്ചുള്ള കാണാനുണ്ട് ഇവിടെ. അതായത് എല്ലാ പ്രാവശ്യവും ഒരേ സ്ഥലത്ത് പോകാൻ ഡിഫറെന്റ് സ്ഥലത്ത് പോകാൻ ശ്രമിക്കാം. ഇവിടെ ഉള്ള ഓരോ ഷൂട്ടിലാണ് ഗൈസ്. ലീബ ഒരു മിനിറ്റ് പോസിംഗ് പറഞ്ഞു മൈൻഡ് ബാക്കില് ഇവാണ് ഇവരെല്ലാരും ഒഫീഷ്യൽ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. കണ്ടോ, തൊപ്പി കിട്ടാ ഇറങ്ങി കേട്ടോ. തൊപ്പി കിട്ടൊന്ന് മുഞ്ചത്തേപ്പ് ലേശം ചാട കുടിക്കും. ഉപ്പ ലേശം ബാക്കോട്ടേക്ക്. ജൂ, ഹലോ ജൂ. എങ്ങണ്ട് ഫുള്ള് ഇന്ന് ഇവ കൊണ്ടുപോയി ഗൈസ്. ഇന്ന് ഇവ അങ്ങോട്ട് വിളയാടാണ്. നല്ലൊരു കോസ്റ്റ്യൂം തൊപ്പിയും പിടിച്ച് എക്സ്പ്ലോർ ചെയ്യാണ് ഇവിടെ അങ്ങോട്ട് അല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ റെസ്റ്റ് എടുക്കാതിരുന്നതാ. ഇവിടെ അങ്ങനെ വിചാരിക്കുന്നവരില്ല. നമ്മള് വ്ളോഗ് എടുത്ത് ഫോട്ടോ എടുത്ത് തുടങ്ങി, പക്ഷെ ഇവിടെ എത്തുന്നില്ല. എൻട്രൻസിന്റെ അവിടുന്ന് കുറച്ചെത്തിക്കുള്ളൂ, 1/2 മണിക്കൂറിന് മേലായിട്ട്. അപ്പളേക്ക് ആള് ഇവിടെ കുഴങ്ങി.
റെസ്റ്റ് എടുക്കുക ഇരിക്കുക ഇവിടെ. എന്റെ വാപ്പി അവളെ വാപ്പി ഇമ്മയൊക്കെ എവിടെയോ പോയി നടന്ന് ഒരു സ്റ്റോപ്പായില്ല. ഇനിയിപ്പോലെ കണ്ടുപിടിക്കണം. സത്യം പറയാൻ നൈസ് ആട്ടോ അല്ലേ ഇവ. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ നേരെ ഓപ്പോസിറ്റിൽ കാണിച്ചിട്ടെ. ഇത് മാത്രമൊന്നല്ല, ഇനി അപ്പുറത്തേക്ക് കാണുമെന്നൊക്കെ അറിയില്ല. കണ്ടോ ഒരു തൂക്കുപാലം കണ്ടില്ലേ, അതൊക്കെ നൈസ് ആട്ടോ. അതേമാതിരി തന്നെ മയിലുണ്ടാക്കി നൈസ് ആയില്ലേ. പിന്നെ സെൻട്രൽ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി എന്താ പറയാ, കണ്ടോ ഇവിടെ ഇരിക്കുമ്പോ നല്ലൊരു ഫീൽ അല്ലേ ഇപ്പൊ. അതെന്തിനാ നീണ്ടു നിൽക്കുന്ന പറയുന്നത്. ശരിക്കും നല്ല വെയിലുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് വിഷയമില്ല, നല്ല തണുത്ത കാറ്റാണ്. ആശിക ഇവിടെ എന്റെ ബാക്കിൽ കൊതു. ഈ മറ്റേ പറക്കുംതളിക സിനിമ കണ്ടവർക്ക് അറിയാം, ഹരിശ്ചാഷ്ടകന്റെ പിന്നാലെ എന്താ ഇതുപോലെ എന്താ പറയാ എലി, അതേമാതിരി ഇവിടെ ഏത് സ്ഥലത്ത് പോയി കളിയാക്കൂലേ നോക്കുന്നാലും കണ്ട്. ഞാൻ കണ്ട്, അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാരും ഫോട്ടോ എടുക്കാൻ തിരക്കുക അല്ലേ ഇപ്പൊ. അവിടേക്ക് നൈസ് വ്യൂ അല്ലേ. അതാരാ ഒരാള് ഇവിടെ നിന്നിട്ട് ഒരാൾ അവിടുന്ന് ഫോട്ടോ എടുത്തതിന്റെ രസം ഉണ്ടാവും. ആ രസം ഉണ്ടാവും. രണ്ട് സാധനം കണ്ടെങ്കില് നടുവിലല്ല, അതാ രണ്ട് രണ്ടില്ലേ, ഒരാൾ ഇതിലേ പോവാ ഒരാൾ അതിലേ പോവാ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിലേ വാ, ഞാൻ ഇതിലേ വരാം. എന്നാ ഉപ്പാക്ക് നമ്മളെ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഉപ്പന്റെ ഫോട്ടോ എടുക്കാം. അപ്പൊ ടാലി ആയില്ലേ ഇപ്പൊ. നല്ല തണുത്ത കാറ്റാണ്, നൈസ് കാറ്റ്. നമ്മളെ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല, കാരണം തേയുന്നില്ലല്ലോ സ്ഥലം. ഒരു ലൊക്കേഷൻ ആവുമ്പോൾ വിചാരിക്കും നമ്മൾ ഇവിടെ നിന്ന് എടുക്കാന്ന്, അടുത്ത ലൊക്കേഷൻ വിചാരിക്കും അവിടെ നിന്ന് എടുക്കാന്നല്ലേ ഇപ്പൊ. ഇവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞേ. ഇവിടെ ഒരു സൈഡിൽ ഒരാള് നിന്ന് അടുത്ത സൈഡിൽ വേറെ ആള്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് വന്നാൽ നിങ്ങൾക്ക് ഓളെ ഫോട്ടോ എടുക്കാം, എടുത്തരൂ. ഓക്കെ ഏതുണ്ട് ഒരു മിനിറ്റ് ഒന്നുമില്ല, വേഗം വരണോ നോട്ടെ. എടി വീഡിയോ തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഓപ്പോസിറ്റ് വന്ന് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പോവാ. ഓക്കെ ഒറ്റ അങ്ങനെ എടുക്കാം. സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ, മിംഗിൾ വേണമെങ്കിൽ മിംഗിൾ. അടുത്തരാ ഉമ്മ വന്ന്. ഇമ്മ ഞങ്ങൾ ട്രിപ്പ് ഉണ്ടാവോ? ട്രിപ്പ് ആഗ്രഹമില്ല. കാരണം എന്താ വെച്ചാല് വെറും മടിയാണ്. വണ്ടി കിടക്കുക, അവിടെ പോണം ഇവിടെ പോണം, അവിടത്തെ കുറെ നടക്കാനില്ല. എന്തൊരവസ്ഥയാണ്. അവിടെ പോകുന്നില്ല അല്ലേ, മടിയാലേ നമ്മക്ക്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ പോകുന്നില്ല അങ്ങോട്ട്? നിങ്ങൾ പോകുന്നില്ല? ഞാൻ പോകുന്നില്ല. അവിടെ എന്ത് കാണാനുള്ളത്? പോയിക്കാ, അങ്ങോട്ടോ പോയിക്കാ, നടന്ന് പോന്നാ. ഞാൻ പോകുന്നില്ല. ഇവന്റെ അമ്മ നടന്ന് എങ്ങോട്ടാ പോയിക്കാ? അതിലെ പോയിക്കാളോന്നോ ഇവ എന്റെ അമ്മ നടന്ന് എവിടെ പോന്നാ? ഞാൻ സൂപ്പ് ചെയ്ത് കാണിച്ചെടുക്കട്ടെ. എങ്ങോട്ടേ പോകുന്നത്? കാറല്ല എന്താ ഇവിടെ എല്ലാരും കാർ അവിടെ നിർത്തിയും കൊണ്ട് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇതങ്ങനെ ഈ സ്ഥലം കാണിച്ചോട്ടെ. ഒരു മൊട്ടത്തരച്ചില്ലേ ഷൂട്ടിംഗ് പോയിന്റ്. മൊട്ടക്കൊന്ന് നല്ല രസമല്ലേ കാണേ. എന്താ പറ്റി, വയ്യേ? കൊയങ്ങിയോ? നമ്മള് എന്താ പറയാ, ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരാല്ലേ. തിരിച്ചു വരുമ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സ്ഥലങ്ങൾ നമ്മളിങ്ങനെ നോക്കി കാണാം. അവിടെയൊക്കെ എന്തോ ഉണ്ട്, ആ കാറ് പോകുന്ന വയ്യ. അത് പോയേക്കണോ? ഞാനും അവിടെ കാണാം. നമ്മളെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പയും ഇമ്മയും അവിടെ തന്നെ ഇരിക്കുകയാണ്, ഇവന്റെ അമ്മയും അവിടെ തന്നെ ഇരിക്കുക. പക്ഷെ നല്ല രസമാണ് കേട്ടോ സ്ഥലം. ഇവന്റെ അമ്മ അല്ല, എന്റെ അമ്മ. സോറി ഗായ്സ് അല്ലേ. ജോ ഉഷാരെത്തുണ്ടോ? എന്ത് പറ്റി? യാത്ര ചെയ്ത് യാത്ര ക്ഷീണിച്ചു. എത്ര പെട്ടെന്നോ? ഇനി 200 കിലോമീറ്റർ ആകുമ്പോഴേക്ക് ക്ഷീണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ പോകണ്ട. മണാലിക്ക് നമ്മളിപ്പോ റെസ്റ്റ് ചെയ്തിട്ടല്ലോ വരുന്നത്. ഇവന്റെ ഇപ്പൊ അങ്ങോട്ടോ പോകുന്ന ഉമ്മന്റെ അയ്യാത്ത പോവാ. ആശികത ചൂടുള്ള കോണ് വാങ്ങിച്ച് അടിപൊളി ടേസ്റ്റ്. വാങ്ങിച്ചോ ഉമ്മയൊക്കെ വാങ്ങിച്ചത് ഞാൻ കൊണ്ടുവയ്ക്കുന്നവര്. പക്ഷെ അവിടെ എത്തുമ്പോ ചൂടൊക്കെ പോയി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല.
നൈസ് അല്ലേ? അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു താത്തല്ലേ ഒരു അത്ത ഉണ്ട് അവിടെ. സൈഡാക്കി ജസ്റ്റ് ഒന്ന് കഴിക്കുക. ഗൈസ് ഊട്ടി പോയി വരുന്ന വഴി നീഡിൽ പോയിന്റ് വ്യൂ പോയിന്റ് അവിടെ നമ്മളൊക്കെ കരടീനെ കണ്ടേ. ഞാൻ ഫോണിൽ സൂം ചെയ്ത് എടുത്താൽ കേട്ടോ. ഇത് അപ്പുറത്തെ ഭാഗത്തുള്ളതാ. ഇപ്പോൾ വന്നില്ല, അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവൻ്റെ ഉമ്മയും ഇവൻ്റെ വാപ്പയും വന്നു. നോക്ക് ഗൈസ് കരടി നോക്ക്. ഇതിങ്ങനെ ദൂരം കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അടുത്തെങ്ങനെയാണെങ്കിൽ തീരുമാനമാക്കി തരും. ഗൈസ് ഞാൻ അങ്ങനെ കരടീനെ കണ്ടു ഗൈസ്. അപ്പുറത്തെ എന്താ പറയുക, ഇങ്ങനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നില്ലേ, അപ്പുറത്തെ മലേൻ്റെ മുകളിലാണ്. അതൊരു ഫുൾ കാടാണ്. അവിടെ കിട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും. ഇവിടെ നിന്ന് ദൂരം കാണാൻ വളരെ രസമുണ്ട്, പക്ഷേ അടുത്തേക്ക് ഞാൻ കാര്യം കിതയ്ക്കുന്നു വന്നിട്ട്. ഇപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുന്ന വഴി ഒരു നീഡിൽ പോയിൻ്റ് എന്തില്ല വ്യൂ പോയിൻ്റ് അവിടെ കേട്ടോ. ഓക്കെ, നല്ല രസമാണ് സ്ഥലം. ഊട്ടി പാസ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഞാനും വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടൊരു വൈൽഡ് ഫോറസ്റ്റിനെ കാണുന്നത്, വൈൽഡ് അനിമലിനെ കാണുന്നത്. അപ്പോൾ നൈസാട്ടോ. ഹായ്, അങ്ങനെ ഞങ്ങൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ വീട്ടിലെത്തി. വ്ളോഗ് എടുക്കാനുള്ള എന്താ പറയുക ഒരു ഇതില്ലായിരുന്നു. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. എല്ലാവരും ഉറക്ക ക്ഷീണോ, ഇവരൊക്കെ ഉറങ്ങി വീണ്. അപ്പോൾ ഇവൻ്റെ ഉമ്മനെയും വാപ്പനെയും അവളെ വീട്ടിൽ കൊണ്ടാക്കി. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.